ഹായ് അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റസ്ക്കും മാങ്ങയും വെച്ചാണ് കേട്ടോ റെഡിയാക്കുന്നത്. റസ്ക് മാംഗോ പുഡിങ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ച് അതേക്ക് പൾപ്പാക്കി എടുക്കുന്നുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പാൽ വെള്ളവും വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈവിടാതെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഇത് കണക്കൊന്ന് കുറുക്കി എടുക്കാം. പാൽ നന്നായിട്ട് കുറുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയില്ലേ, മാങ്ങ പൾപ്പ്, അത് 2 സ്പൂൺ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1 സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുഡിങ് റെഡിയാക്കാനായിട്ട് ഞാൻ കുറച്ച് റസ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഏത് ട്രേയിലാണ് റെഡിയാക്കുന്നത് ആ ട്രേയിൽ എടുക്കാം കേട്ടോ. ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ റസ്ക് ഇല്ലേ, ആ റസ്ക് എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. റസ്ക് ഞാൻ ട്രേ മൊത്തം ഫില്ലാവുന്ന രീതിയിൽ റസ്ക് പാലിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെയും കസ്റ്റാർഡിൻ്റെയും മിക്സ് ഇല്ലേ, അത് കുറച്ച് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാംഗോ പൾപ്പും കൂടെ അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സെയിം മെത്തേഡ് തന്നെ പിന്നെ റസ്ക് ആ പാലിൻ്റെ മിക്സിയിൽ മുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് പിന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിൽക്കില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ലെയർ വേണം അതനുസരിച്ച് വേണമെങ്കിൽ ഒരു ലെയറും കൂടെയൊക്കെ റസ്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്രഷ് ക്രീമിലേക്ക് കുറച്ച് മാങ്ങോ പൾപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1/4 സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് റസ്ക് വെച്ച് റെഡിയാക്കുന്നില്ല, അത് കണക്ക് നമുക്ക് ബ്രെഡ് വെച്ചും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. സെയിം ഇത് കണക്ക് തന്നെ ബ്രെഡ് വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണിത്. ആ ക്രീം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റസ്കിൻ്റെ ആ ട്രേയില്ലേ, അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് കണക്ക് വേറൊരു കേക്ക് ടിന്നിലും കൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാങ്ങോ പൾപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് അതൊരു ഡെക്കറേഷന് വേണ്ടിയാണ് കേട്ടോ. അതിപ്പം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഞങ്ങൾക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കാണാനുള്ള ഭംഗി കണക്ക് തന്നെയാണ് കേട്ടോ. കഴിക്കാനും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അവരെ മുമ്പിൽ സ്റ്റാറാവാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, അസ്സലാമു അലൈക്കും.